കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴും ആചാര്യപാദം. അത ശ്രീ ആധ്യാത്മരാമായണം ബാലകാണ്ഡം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം രാമാ വന്ദിക്കുന്നേൻ. വാണിടുക നാരദമെന്നുട നാവു തന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യണാങ്കനെ. യഥാ കാനനെ ദിഗംബരൻ വാരിജോത്ഭവമുഖ വാരിജവാസേ. ബാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം. കാലേ കാലേ പാരാദശലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരി എപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും. കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ.
വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനപാംസു സഞ്ജയം മമ ചേതോ ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. അധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിനാധാര ഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ദാദൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാം ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്ക് അറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. വേദാംഗവേദാന്താദിവിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞ് ഉണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതിപതി തദനുസ്വാഹാപതി വരദൻ വിധിപതി നിര്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാഗ്യാത്മാ ദിനപതി ഖേടനാംപതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയനെ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജന്മമ സദാം വിദുഷാം അഗ്രേസരൻ മൽഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണംപുര വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥം ഇനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിടിനാൻ. വാണിയിടുക വീവണ്ണം എന്നാവിന്മേൽ ഏവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രതീകമകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമീ ജന്മം കൊണ്ട്. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോർ ഈ കഥ കേൾക്കുന്നാകിൽ ബദരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രീ ഭാരത തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഗ്ധാഗ്നി മധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കും.
കൈലാസജലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ബാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവാന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുപടി തന്നോട് ആകാംക്ഷ പരവശ ചേതശ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങൾ എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്ത് കേട്ടത് മൂലം സന്തോഷം അകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ പരമാഗ്രഹം ഉണ്ടു ഞാനതിൽ മാത്രമെങ്കിൽ കാരുണ്യാംബുദേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാധീനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണം എന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നം എന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല. ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തം അകക്കാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു. സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനേതൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയന്നാദ്യന്നജൻ അവ്യയന്നാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകൻ ഈശൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ മാനസം മായാതമം സമൃദ്ധമാകമൂലം സീതാരാഘവം അരുസൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു. ദേവിയും മനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യ പൂക്കഭിഷേകവും ചെയ്തു. സത്താമാതാത്മാ സകലേശൻ അവ്യയന്നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കികസാത്മജാസുതനം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗത്സാവ്യമാം ചരിതവും കേട്ട് കേട്ട് ആനന്ദിച്ച്
നിർമ്മലമണില സൽക്കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറു ഭക്ത്യ വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനേ, നീ കണ്ടായല്ലി നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയും ഇല്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിൽ ഇന്നിവൻ മാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കന്മഷം ഇവൻ ഏതുമില്ലെന്ന് ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവനെന്നറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥം. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സംപൂജ്യരായ സജ്ജനങ്ങളെ, പുണ്യ ചെയ്തിട്ടുള്ള ഈ പുണ്യഭാരതത്തിൽ എന്തിനാണ് ഈ രാമായണ മാസം, വൈശാഖമാസം, മാധവമാസം എന്നൊക്കെ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത്? ഇപ്പം കർക്കിടകം 1-ാം തീയതി മുതൽ ഭാരതത്തിലൂടെ നീളന്നു പോരാ, ലോകത്തിലുടനീളം തന്നെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാമായണ മാസം. എന്തിനു വേണ്ടിയാണ് ഇത്തരം മാസങ്ങൾ ഈ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത്? അപ്പോൾ 6 ദിവസം നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം ഒരു ഞായറാഴ്ച നമ്മൾ ലീവ് എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവനവനെക്കുറിച്ച് ചിന്തിക്കാനാണ്. അപ്പോൾ ഇത്തരം മാസങ്ങൾ പറയുമ്പോൾ ആ മാസങ്ങളിൽ കുറച്ച് പുണ്യം കൂടുതൽ കിട്ടും. അവനവനെക്കുറിച്ച് ചിന്തിക്കാനും കൂടുതൽ ആധ്യാത്മികതയിലേക്ക് എത്തിച്ചേരാനുമായിട്ടാണ് ഇത്തരം ഈ മാസങ്ങളെല്ലാം തന്നെ ആചാര്യന്മാർ സൃഷ്ടിച്ചത്. അപ്പം നമുക്കറിയാം, ഇന്ന് രാവിലെ നമുക്ക് എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഓഫീസിലെ ഫയലുകൾ നോക്കണം, അതുപോലെ തന്നെ ഭഗവാനെ സ്മരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏതാണ് നമ്മൾ മാറ്റി വയ്ക്കുക? ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വയ്ക്കില്ല, ഫയൽ നോക്കണത് മാറ്റി വയ്ക്കില്ല, ഈ ആധ്യാത്മികത നമ്മൾ മാറ്റി വയ്ക്കുക. എന്നാൽ ഈ നിരവധി ഗ്രന്ഥങ്ങൾ, രാമായണം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ എലിമെൻസിൽ, മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ മൂല്യങ്ങൾ തരുന്ന, മനുഷ്യൻ്റെ മനസ്സിൻ്റെ തിന്മകളെ നന്മയിലേക്ക് ഉയർത്താനും ശരീരത്തിൻ്റെ അനാരോഗ്യത്തെ ആരോഗ്യപ്രദമാക്കി മാറ്റാനും കുടുംബത്തിലെ ഛിദ്രവാസനകളെ ഭദ്രവാസനയാക്കി മാറ്റാനും സമൂഹത്തിൽ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന സമൂഹത്തെ ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ഏകീകരിക്കാനുമാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നിത്യജീവിതത്തിൽ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം, സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി എങ്ങനെ ജീവിക്കണം എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു സൈക്കോളജിക്കൽ എലിമെൻറ്റ്സ് കാറ്റലോഗാണ് ഈ രാമായണം. ഈ രാമായണത്തിൻ്റെ പ്രത്യേകതകൾ വളരെ ധാരാളം പ്രത്യേകതകളുണ്ട്, പറഞ്ഞാൽ തീരില്ല. അതായത് ഭാരതത്തിൽ ആദ്യം ഉണ്ടായത് വേദങ്ങളാണ്. രാമായണം വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളിലാണ്. ഈ 24,000 ശ്ലോകങ്ങളിൽ നിന്ന് നാം ചിന്തിക്കപ്പെടേണ്ടത് ഗായത്രി മന്ത്രം 24 അക്ഷരം
അതിൽ ആദ്യത്തെ അക്ഷരം കഴിഞ്ഞാൽ പിന്നെ 1000 കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ അക്ഷരം. അങ്ങനെ 24 അക്ഷരങ്ങൾ 24,000 ആ ശ്ലോകത്തിലൂടെ കൊണ്ടുവന്ന വാൽമീകി വേറൊരു ഗ്രന്ഥം നോക്കിയിട്ടല്ല. ബാക്കി ഏത് ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്കും ഒരു ബേസ് ഉണ്ട്. പക്ഷേ വാൽമീകി മഹർഷി എഴുതിയിട്ടുള്ള ഈ രാമായണത്തിൽ സത്യത്തിൽ പറയുകയാണെങ്കിൽ വേറെ ഗ്രന്ഥം നോക്കിയിട്ടല്ല. അതും പോലെ സാധാരണ പറയാറുണ്ട് സപ്തർഷികളാണ് ഗുരുസ്ഥാനീയർ. ശരിക്കും പറഞ്ഞാൽ വാൽമീകി മഹർഷിക്ക് സപ്തർഷികളല്ല ഗുരുനാഥൻ. അത് യേശു ദൃശ്യ അവരൊരു വേർഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പ്രകൃതിയിൽ നിന്നും ലഭിച്ച തന്നെയാണ് ഈ രാമായണത്തിൻ്റെ ഉത്തേജനം. രാമായണം നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആചാര്യനില്ലാണ്ട് എഴുതിയിട്ടുള്ള ഒരു കാവ്യമാണ് രാമായണം, ആദി കാവ്യം. ബാക്കി ഏതെടുത്താലും നമുക്ക് വ്യക്തമായിട്ട് പറയാം. അതുപോലെ തന്നെ നിരവധി കഥാപാത്രങ്ങൾ, ഇതിൽ ഉപകഥകൾ കുറവാണ്. മഹാഭാരതം എടുത്താലും ശരി, അതുപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങൾ എടുത്താലും ശരി, ഉപകഥകളുണ്ട്. ഇതിലങ്ങനെയല്ല. ഇതിൽ വാൽമീകിയുടെ ഈ രാമായണത്തിൻ്റെ പ്രത്യേകത ഇംപാർഷ്യലാണ്. ശ്രീരാമനെ മാത്രം പൊക്കി പറഞ്ഞിട്ടില്ല. രാവണൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിഭീഷണൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? രാമായണത്തിൽ ഓരോ കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതാണ് വാൽമീകി മഹർഷിയുടെ. അതുപോലെ തന്നെ ഏതൊരു കാട്ടാളനും ഒരു മഹർഷിയായിട്ട് മാറാം, ഏതൊരു മനുഷ്യനും വലിയൊരു കഥാകൃത്തായിട്ട് മാറാം, ഏതൊരു മനുഷ്യനും അത്യുന്ന ലെവലിൽ എത്തിച്ചേരാം എന്നുള്ളത് വ്യക്തമാക്കി തരുന്നത് തന്നെയാണ് ഈ രാമായണം. ഈ നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം ആസാദ് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ പറയലുണ്ടായി, അബ്ദുൽ കലാം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, നീ ആകാശത്തേക്ക് നോക്കിയിരിക്കല്ലേ, നീ ആകാശത്തോളം ഉയരണമെന്നുള്ളൊരു വാക്ക്, ആ ഒരു വാക്ക് കേട്ടോടുകൂടി അങ്ങനെ അബ്ദുൽ കലാം സ്പേസ് സയൻറ്റിസ്റ്റായിട്ട് മാറുകയാണ്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു വാക്ക്, ഒരു വാചകം, ഒരു സെൻറ്റൻസ്, അങ്ങനെ മൂല്യം തരുന്ന ഒരു വാക്ക് ഏതൊരു മനുഷ്യനെയും ഉന്നതിയിൽ എത്തിക്കാം എന്ന് തെളിയിച്ചു തരുന്ന ഒരു സൈക്കോളജിക്കൽ എലിമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം. ഇത് കേട്ടാൽ മതി, ഇത് പാരായണം ചെയ്താൽ മതി, നമുക്ക് ഏതൊരു മനുഷ്യനെയും മാറ്റിമറിക്കാൻ കഴിയുള്ള ഒരു ഗ്രന്ഥമാണ് ഈ രാമായണം. ഓരോ കഥാപാത്രങ്ങളും വിസ്തരിച്ച് നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ബാക്കി ഏതെങ്കിലും ഒരു ഗ്രന്ഥം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുക. ഇതങ്ങനെയല്ല. ഈ ഗ്രന്ഥമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളോടും ഒരു വൈരാഗ്യമില്ല. രാവണൻ്റെ ക്വാളിറ്റി, രാവണനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്, രാവണൻ്റെ നന്മയും തിന്മയും പറഞ്ഞിട്ടുണ്ട്, വിഭീഷണൻ്റെ നന്മയും തിന്മയും പറഞ്ഞിട്ടുണ്ട്, സീതാദേവിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ലക്ഷ്മണന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 21 കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു വിശിഷ്യ ഗ്രന്ഥം തന്നെയാണ് രാമായണം. ഈ രാമായണം നിത്യജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പകർത്തി തരുന്നുണ്ട്. ഒരു അധ്യാപകനാണെങ്കിൽ, ഒരു ആചാര്യനാണെങ്കിൽ, ഏത് കർമ്മം ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് ഉത്തേജനം നൽകുന്നതാണ് ഈ രാമായണം. രാമായണത്തിൻ്റെ പ്രസക്തി പറഞ്ഞാൽ തീരില്ല. മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വളരെ വിഭിന്നമാണ്. കാരണം ഒരു സാധാരണ വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ന് തെളിയിച്ചു കൊടുക്കുന്നതിനാണ് രാമായണം. ഈ രാമായണത്തിലെ കഥാപാത്രങ്ങളെ നമ്മൾ പകർത്തരുത്, അതിലെ തത്വങ്ങളെയാണ് നമ്മൾ പകർത്തേണ്ടത്. രാമായണമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രീരാമനാവല്ല വേണ്ടത്, അല്ലെങ്കിൽ രാവണനാവല്ല വേണ്ടത്, അല്ലെങ്കിൽ വിഭീഷണനാവല്ല വേണ്ടത്, അല്ലെങ്കിൽ ഹനുമാനാവല്ല വേണ്ടത്. എന്താ വേണ്ടത്? അവരുടെ ആ തത്വങ്ങൾ, അതിൽ വരുന്ന ആ നന്മകളെ, അതിൽ വരുന്ന ആ പുണ്യത്തെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ ആർക്ക് സാധിക്കുന്നുവോ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിൽ ഈ 31 ദിവസങ്ങളിലായിട്ട് നമ്മൾ രാമായണ പാരായണവും, അതുപോലെ തന്നെ ഇത് കിളിപ്പാട്ടാണ്. ഈ കിളിപ്പാട്ടായതുകൊണ്ട് നമുക്ക് ഇതിലെ കഥയായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓരോ ഭാഗത്തെയും നമ്മൾ തത്വങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. നിത്യജീവിതത്തിൽ രാമായണം എന്തു നമുക്ക് തരുന്നു
എന്നുള്ള തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ ഈ രാമായണ ഉത്സവം നമ്മൾ CCTVയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ രാമായണ ഉത്സവം നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ദിവസേനയുള്ള ഈ പാരായണത്തിന് ശേഷമുള്ള ഈ പ്രഭാഷണത്തിൽ നമ്മൾ കഥകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യരുത് പറയും. യു മസ്റ്റ് നോട്ട് എ ജഡ്ജ് ഓർ ഇവാലുവേറ്റ് ദി സ്റ്റോറീസ് എന്ന് പറയും. ആ ഓരോ കഥയിൽ നിന്നും എന്ത് തത്വം നമുക്ക് തരുന്നു നിത്യജീവിതത്തിലേക്ക് എന്ന് പകർന്നു തരുന്നത് തന്നെയാണ് രാമായണം. അപ്പോൾ ദിവസേനയുള്ള ഈ ഓരോ ഭാഗത്തിൻ്റെയും തത്വമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ ഉപാസന കൊണ്ട് മാറ്റിമറിക്കാൻ, ഇപ്പോൾ നമ്മൾ ഉപാസന എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ രാമായണം പഠിച്ചുകൊണ്ട് മനുഷ്യൻ മാറിക്കൊള്ളണമെന്നില്ല, ഭഗവത്ഗീത പഠിച്ചുകൊണ്ട് മനുഷ്യൻ മാറിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഏതൊരു മനുഷ്യനും ഒരു വാക്കുകൊണ്ട്, ഏതൊരു കാട്ടാളനും, കാട്ടാളെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം വീരപ്പൻ തന്നെ നമുക്ക് പറയാം, അത്തരം ആൾക്കാരെ ഈ ആത്മീയാക്കി മാറ്റിയത് ഒരൊറ്റ വാക്കാണ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വാക്കുകൊണ്ടോ ഒരു വാചകം കൊണ്ടോ ഏതൊരു മനുഷ്യനെയും ഉന്നതിയിലേക്ക് ഉയർത്താം എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രാമായണം. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.